എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബ്രെഡ് കൊണ്ട് പപ്സ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ബ്രെഡ് കൊണ്ട് പപ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ബ്രെഡ് പപ്സ് ആക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പപ്സിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി കനം കുറച്ചരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. നമ്മൾ സവാള ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സമയത്ത് കളർ മാറ്റിയൊന്നും വേണം, ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മൾ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവിൽ പച്ചമുളകാണെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ. ഞാൻ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവിൽ പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തത്. അപ്പോൾ നിങ്ങളത് എടുക്കുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാല ഒരു കയ്പ്പ് രസം വരും. പൊടികളിപ്പോൾ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, 2 നുള്ളി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. ഒരുപാട് വേണ്ട, ചെറിയ കഷ്ണം മതി. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഈ മസാലയിലൊന്ന് വളർന്നു വരണം. ഒന്ന് ചീച്ച് കൊടുക്കാം. തക്കാളി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പപ്സിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി അതിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ബ്രെഡ് പപ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ബ്രെഡ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തതാണ് ഞാനിവിടെ പൊടിച്ചെടുത്തത്, ബ്രെഡ് ക്രംസ് ആയിട്ട് പൊടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. ഇത് അതിങ്ങനെ പൊടിച്ചെടുത്താൽ മതി. മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. ഇപ്പോൾ ബ്രെഡ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്നിങ്ങനെ ആക്കി കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആ വെള്ളം അങ്ങ് പോയി കിട്ടും. നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വരും, വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം മുട്ടയുടെ പകുതി, ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്കിതൊരു പപ്സിൻ്റെ ഷേപ്പിലാക്കി മാറ്റാം. നമ്മളിതൊരു പപ്സിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ 4 സൈഡും ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ക്രംസിൽ അതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലൊന്ന് നമുക്കൊരു കോട്ടിങ് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് നമ്മളെ പപ്സിനൊരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഇതിൻ്റെ മേലെ ഇട്ട് നമുക്കൊരു ബ്രെഡ് ക്രംസിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. നമുക്കിതിന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ റെഡിയാക്കി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വലിയ ബ്രെഡാണെങ്കിൽ നമുക്ക് നല്ല വലിയ പപ്സാക്കി കിട്ടും. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസ് പോലെ ഇരിക്കും. നമുക്കിതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് മസാല, മുട്ടയുടെ നിങ്ങൾക്കിപ്പോൾ മുട്ട ഇഷ്ടമല്ല, വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ഈ മസാല മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തത്. സൈഡൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ബ്രെഡിൽ മുക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ പപ്സിൻ്റെ ഷേപ്പിലാക്കി. അപ്പം ഞാൻ എല്ലാ പപ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം തീയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. തീ കൂട്ടി കൊടുക്കരുത്. നമ്മൾ ബ്രെഡ് ക്രംസ് എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായാലും നമുക്ക് ഇത് ഒരു മീഡിയം തീയിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മൾ എണ്ണയൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പപ്സായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. സൈഡ് നല്ലൊരു കളർ മാറി വന്നിട്ടുണ്ട്. മറ്റേ സൈഡ് നന്നായി മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പപ്സും തയ്യാറാക്കിയെടുക്കാം. നമ്മളെ ബ്രെഡ് പപ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പപ്സ് ഉണ്ടാക്കുന്ന അത്ര സമയമൊന്നും വേണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.